എരുമേലിയിൽ വാപുരസ്വാമി ക്ഷേത്രം ഉയരുന്ന സ്ഥലമാണ് ഇത്. ഹിന്ദു സംഘടനകൾ അറിയിച്ചിട്ടുള്ളത് വാപുരസ്വാമി ക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ്. കോടതിയിൽ ചില സാങ്കേതിക തടസ്സങ്ങളുണ്ട്. അതായത് പഞ്ചായത്തി രാജ് നിയമപ്രകാരം കെട്ടിട നിർമ്മാണത്തിന് അനുവാദം വാങ്ങിയിട്ടില്ല. അതിനാലാണ് ഇപ്പോൾ സ്റ്റോപ്പ് മെമ്മോ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാലാലയ പ്രതിഷ്ഠ തുടങ്ങിയിട്ടില്ല. ഇന്നത്തെ പ്രതിഷ്ഠ വേണ്ടെന്ന് വെച്ചു. അതോടൊപ്പം തന്നെ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ കാര്യം അറിയിക്കാമെന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് സെക്രട്ടറിയോട് ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അവിടെ മതിയായ ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തണമെന്ന് പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിരുന്നതാണ് ഹൈക്കോടതി. അതുകൊണ്ട് കൂടിയാവണം അവിടെ ഒരു താൽക്കാലികമായ ഒരു നിർമ്മാണം ഉണ്ടായിരുന്നു. അതിപ്പോൾ പൊളിച്ചു കളഞ്ഞ നിലയിലാണ്. കൂടുതൽ വിവരങ്ങളുമായി ജി ശ്രീജിത്ത് ചേരുകയാണ് എരുമേലിയിൽ നിന്ന്. ശ്രീജിത്ത്, എന്തായാലും ആദ്യമായാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വരുന്നത്. നേരത്തെ അവിടെ ഒരു ദേവപ്രശ്നം നടന്നിരുന്നു. ഏപ്രിൽ മാസത്തിൽ സുരേഷ് ഗോപിയൊക്കെ അതിൽ പങ്കെടുത്തതാണ്. അതുപ്രകാരമാണ് എരുമേലിയിൽ വാപുരസ്വാമി ക്ഷേത്രം ഉയരണം എന്ന നിർദ്ദേശം വന്നത്. ദേവപ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യം എന്ന രീതിയിലാണല്ലോ. അതിനുശേഷം ഈ ഒരു തറ കെട്ടിയിടുന്ന ജോലിയാണോ അവിടെ നടന്നത്? ഇപ്പോൾ അത് ഈ ഹൈക്കോടതിയിൽ നിന്ന് സ്റ്റോപ്പ് മെമ്മോ വന്നതിന് പിന്നാലെയാണോ ആ തറ പൊളിച്ചു കളഞ്ഞിട്ടുള്ളത്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എരുമേലിയിൽ? തീർച്ചയായും ഒരു തറ കെട്ടിയിരുന്നു. തറ കെട്ടുകയല്ല, ചെറിയൊരു നിർമ്മാണ പ്രവർത്തനം നടന്നിരുന്നു. ഈ ബാലാലയ പ്രതിഷ്ഠ നടത്താനുള്ള ഒരു സൗകര്യം എന്ന നിലയിൽ ഒരു താൽക്കാലികമായ സൗകര്യം ഒരുക്കിയിരുന്നു. ഒരു ക്ഷേത്രം, പ്രധാനപ്പെട്ട ക്ഷേത്രം വരുന്നതിന് മുൻപ് ആദ്യം പ്രതിഷ്ഠ നടത്തുന്നത് ഒരു ബാലാലയ പ്രതിഷ്ഠ എന്ന നിലയിലാണ്. ഏപ്രിൽ നടന്ന ദേവപ്രശ്ന വിധി പ്രകാരമാണ് ഇങ്ങനെ ഒരു ക്ഷേത്ര നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ്. വ്യക്തിപരം അദ്ദേഹത്തിന്റെ സ്വകാര്യ ഭൂമിയാണ്. ആ ഭൂമിയിലാണ് ഇങ്ങനൊരു നിർമ്മാണവുമായി മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇതിലാകെ തടസ്സം ആയി ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു കെട്ടിട നിർമ്മാണ അനുമതി. അത് പഞ്ചായത്തിന്റെ അനുമതി വാങ്ങേണ്ടതുണ്ട്. പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കം പ്രതികരണം നമ്മൾ എടുത്തിട്ടുണ്ട്. അവർ ചൂണ്ടിക്കാണിക്കുന്നത് അങ്ങനെ ഒരു അനുമതി ഫലത്തിൽ തങ്ങളോട് ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതായത് ഒരു സാങ്കേതികമായ ചില കാര്യങ്ങൾ അവിടെ നടന്നില്ല. അതായത് ചില തടസ്സങ്ങളുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഒരു തടസ്സത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നിലവിൽ എന്തായാലും ഈ ഒരു വലിയ പള്ളിക്കും ഒപ്പം തന്നെ വല്യമ്പലത്തിലും ഇടയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് തന്നെയാണ്, വളരെ വഴിയരികിൽ തന്നെയാണ് ഈ ഒരു ക്ഷേത്രം ഉയരാൻ പോകുന്നത്. എരുമേലി ഈ പുത്തൻ വീട് പ്രസിദ്ധമാണ്, അയ്യപ്പ ഐതിഹ്യവുമായി ബന്ധപ്പെട്ടാണ്. അതിനോട് ചേർന്നുള്ള ഭൂമിയിൽ തന്നെയാണ് ഇങ്ങനെ ഒരു ക്ഷേത്രത്തിനുള്ള സൗകര്യങ്ങൾ അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായും ഹൈക്കോടതിയാണ് ഇതിൽ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത്. എന്തായാലും കോടതി വിധിയുടെ അടിസ്ഥാനത്തിലായിരിക്കാം ഇവിടെ ഒരു നിർമ്മാണം ഉയർന്നിരുന്നു. പക്ഷെ ആ നിർമ്മാണം പൂർണ്ണമായും പൊളിച്ചു കളഞ്ഞ നിലയാണ് നമ്മൾ എത്തുമ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ പോലുള്ളവരൊക്കെ ഏപ്രിൽ 6-ാം തീയതിയൊക്കെ നടന്ന പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തു എന്നുള്ളതാണ് നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നത്. മാത്രമല്ല അവിടെ അത്തരം ബോർഡുകൾ ഇപ്പോൾ അവശേഷിക്കുന്നുമുണ്ട്. ഒരു കാര്യമുള്ളത്, ഇതിൽ ഇത്തരം സന്നദ്ധ സംഘടനകൾ, ഈ സംഘപരിവാർ സംഘടനകളുടെയൊക്കെ പിന്തുണ എന്തായാലും ഇതിനുണ്ട് എന്നുകൂടി വേണം ഇക്കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് വാവർ എന്നതല്ല യഥാർത്ഥ സങ്കല്പം, അത് വാപുരസ്വാമിയാണ് എന്നുള്ളതാണ് അയ്യപ്പനുമായി ബന്ധപ്പെട്ട സങ്കല്പത്തിൽ നിലനിൽക്കുന്നത് എന്നതാണ് ഒരു സംഘപരിവാർ വാദം. ഹിന്ദു ഐക്യവേദി, വിശ്വ ഹിന്ദു പരിഷത്തും ഒക്കെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാദം അതാണ്. ഫലത്തിൽ ആ വാദം സ്ഥാപിക്കാൻ വേണ്ടിയുള്ള ഒരു ക്ഷേത്ര നിർമ്മാണം എന്ന് മനസ്സിലാക്കേണ്ടി വരും. പ്രത്യേകിച്ച് എരുമേലി വാവരുവള്ളിക്ക് അടുത്ത് ഈ പുത്തൻ വീടിനോട് ചേർന്നുള്ള ഭൂമി തന്നെ ഇങ്ങനെ തെരഞ്ഞെടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു നിർമ്മാണം നടത്തുന്നതിന് പിന്നിൽ അത്തരമൊരു നീക്കം കൂടി ഉണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് തൊട്ടടുത്ത് തന്നെയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ശ്രീജിത്ത് അവിടെ പോയി ഇക്കാര്യം നേരിട്ട് ഷൂട്ട് ചെയ്തതാണല്ലോ. പക്ഷെ ഇവിടെ ഹിന്ദു സംഘടനകൾ പറയുന്നത് വാവര് പള്ളിക്ക് ബദലായിട്ട് ഒരു വാപുരസ്വാമി ക്ഷേത്രം എന്നുള്ളതല്ല, പക്ഷേ വാപുരനാണ് യഥാർത്ഥ സങ്കല്പം എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ. പക്ഷെ അവിടുത്തെ ശരി ശ്രീത്തെ അവിടുത്തെ നാട്ടുകാരുടെ പ്രതികരണം കേട്ട സമയത്ത് മനസ്സിലായത് ആ നിലവിലുള്ള സങ്കല്പം തന്നെ തുടർന്നോട്ടെ, ഒരു മതസ്പർദ്ധ അവിടെ ഉണ്ടാക്കരുത് എന്നാണല്ലോ. രണ്ടു മൂന്ന് പേരാണ് അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് തങ്ങൾ വിശ്വാസികളല്ല എന്നാണ് അതിൽ അദ്ദേഹം പറയുന്നത്. തീർച്ചയായും ഇതിനോട് ചേർന്ന് നിൽക്കുന്നവരും ഉണ്ടാകും, ഇതിനെ എതിർക്കുന്നവരും ഉണ്ടാകും, ഇതിങ്ങനെ യഥാർത്ഥ സങ്കല്പം തകരരുത് എന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാകും. ഇന്നലെ എന്തായാലും സംസ്ഥാന സർക്കാരിന് വേണ്ടി ദേവസ്വം മന്ത്രി VN വാസവൻ തന്നെ ന്യൂസ് 18നോട് പ്രതികരിച്ചപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലനിൽക്കുന്ന ആചാരാനുഷ്ഠാനങ്ങളെ തകർക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. ആ നിലയിലാണ് CPM-ഉം സർക്കാരും ഒക്കെ ഈ ഒരു ക്ഷേത്ര നിർമ്മാണത്തെ
കാണുന്നത് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എടുത്തു പറയേണ്ടത് ഇപ്പുറത്ത് ഈ ഒരു സങ്കല്പം, അതായത് ഈ ബാബർ എന്ന സങ്കല്പം ഫലത്തിൽ ഇല്ല എന്ന തരത്തിലുള്ള പ്രചരണം വരുമ്പോൾ പുസ്തകങ്ങളിലടക്കം അങ്ങനെയൊന്നും അല്ല ഉള്ളത് എന്ന വാദമാണ് സംഘപരിവാർ ഉയർത്തുന്നത്. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്തേക്ക് മഞ്ജുഷ്, കോടതിയുടെ ഒരു സ്റ്റോപ്പ് മെമ്മോ വന്നു എങ്കിൽ പോലും ഒരു സ്വകാര്യ വ്യക്തിക്ക് അയാളുടെ സ്ഥലത്ത് അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒരു ക്ഷേത്ര നിർമ്മാണം നടത്തുന്നതിനുള്ള തടസ്സം ഉണ്ടാകാനുള്ള സാധ്യതയില്ല എന്നുള്ളതാണ്. അതായത് നിലവിലെ ഒരു സാഹചര്യം അനുസരിച്ച് ഇനി കെട്ടിട പെർമിഷനൊക്കെ വാങ്ങിക്കൊണ്ട് അങ്ങനെ ഒരു ക്ഷേത്രം ഉയർന്നു വന്നാൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഫലത്തിൽ അത് നാളെ, അതായത് ഈ എരുമേലി കൊച്ചമ്പലത്തിൽ നിന്ന് പള്ളിയിലെത്തിയ ശേഷം വലം വെച്ച ശേഷമാണ് വലിയമ്പലത്തിലേക്ക് ഈ പേട്ട സംഘങ്ങളും വിശ്വാസികളും ഒക്കെ നീങ്ങുന്നത്. അതിലേക്ക് വരുമ്പോൾ ഫലത്തിൽ ഈ ഒരു വാപുര സ്വാമിയുടെ ഒരു ക്ഷേത്രം കൂടി ഉയരുന്നു. അതിലേക്ക് ആളുകൾക്ക് വരുന്ന വഴി തന്നെ കയറാൻ കഴിയുന്ന നിലയിലാണ് സൗകര്യങ്ങൾ ഫലത്തിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. ഫലത്തിൽ അങ്ങനെ ഒരു സങ്കല്പത്തിന് കൂടുതൽ പ്രാധാന്യം ഉണ്ടാക്കുക എന്നുള്ള ഒരു നീക്കം സംഘപരിവാർ സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ അതിന് അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം അവർ ആ സങ്കല്പത്തിലാണ് വിശ്വസിക്കുകയും അതിനെയാണ് പ്രൊമോട്ട് ചെയ്യാൻ, ഫലത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നത്. ഇപ്പുറത്ത് ഇതൊരു വിഘടന ശ്രമമാണ്, അതായത് ഒരു വിഭാഗീയത ഉണ്ടാക്കാനുള്ള ശ്രമമാണ് എന്ന് CPM ഉൾപ്പെടെ വിശ്വസിക്കുമ്പോൾ തീർച്ചയായും ഇങ്ങനെ ഒരു രാഷ്ട്രീയ പോരായിരിക്കും ഇനി കളം ഒരുങ്ങുക. ക്ഷേത്രം അവിടെ ഉയർന്നാലും ഉയർന്നില്ലെങ്കിലും ഈ ഒരു നീക്കത്തിനായിരിക്കും ഫലത്തിൽ അതായിരിക്കും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ടാകാൻ സാധ്യത. മഞ്ജുഷ്. ശരി.